ജി സുധാകരോട് ഞാൻ മറുപടി പറയാനില്ല, അദ്ദേഹത്തോട് മറുപടി പറയാനില്ല. ഇനി പാർട്ടി എന്നോട് ഏതെങ്കിലും ഘട്ടത്തിൽ പറയണമെന്ന് പറഞ്ഞാൽ പറയും. പാർട്ടി എന്നോട് അങ്ങനെ പ്രതികരിക്കണം എന്ന് പറഞ്ഞാൽ മാത്രമേ ഞാൻ അദ്ദേഹത്തോട് പ്രതികരിക്കുള്ളൂ. പ്രതികരിച്ചാൽ വൃത്തിയായിട്ട് പ്രതികരിക്കുകയും ചെയ്യും. തീർച്ചയായിട്ടും രാഷ്ട്രീയ വോട്ടാണ് പ്രധാനം. ആ രാഷ്ട്രീയ വോട്ട് ചോരേണ്ടതായ യാതൊരു സാഹചര്യവും നമ്മുടെ നാട്ടിൽ ഈ പറഞ്ഞ ജില്ലയിൽ എവിടെയില്ല. ജി സുധാകരൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം പിന്നീടുണ്ടായ ചർച്ചകൾ എന്നോടൊപ്പം അമ്പലപ്പുഴ MLA എച്ച് സലാം ചേരുന്നുണ്ട്. ഇനിയിപ്പോൾ പ്രചരണത്തിൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ്. എങ്ങനെയാണ് ഇപ്പോഴുള്ള പുതിയ ആരോപണങ്ങളെ കാണുന്നത്? ഞാൻ അതിന് ഓരോന്നിനും അദ്ദേഹം പറയുന്ന ഓരോ കാര്യത്തിലും ഒരു പദാനുപദം മറുപടി പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല. അതൊരു ഭംഗിയല്ല. കാരണം അദ്ദേഹം വളരെ മുതിർന്നൊരു നേതാവായിരുന്നു. ഇപ്പോൾ പാർട്ടിയില്ലെങ്കിലും മെമ്പർഷിപ്പ് സ്വയം ഉപേക്ഷിച്ച് പോയതാണ്. അപ്പോൾ അങ്ങനെ ഒരാളോട് പാർട്ടി കുറച്ച് ജൂനിയറായിട്ടാണ് ഞാൻ വന്നത്. അദ്ദേഹത്തിൻ്റെ പുറകെ അദ്ദേഹം പറഞ്ഞ പിൻഗാമിയായിട്ട് വന്ന ഒരാളാണ്. അപ്പോൾ ഒരുപാട് ഞാൻ അദ്ദേഹത്തോട് മറുപടി ഓരോന്നിനും ഇങ്ങനെ പറഞ്ഞു പോകുന്നൊരു ഭംഗിയല്ല. അതുകൊണ്ട് അതിലൂടെ ഞാൻ പ്രതികരിക്കുന്നില്ല. ഈ ഇന്നലെ അദ്ദേഹം പറയുന്നത് എച്ച് സലാമിൻ്റെ കയ്യിൽ തെളിവുണ്ടെന്ന് പറയുന്നു. തെളിവുണ്ടെങ്കിൽ സലാം പുറത്തു വിടൂ. ഒരു സഖാവിനെതിരെ പുറകെ നടന്ന് തെളിവ് അന്വേഷിക്കുന്നത് ക്രിമിനലിസം അല്ലേ? പൊളിറ്റിക്കൽ ക്രിമിനലിസത്തിൻ്റെ ഉദാഹരണമാണ് സലാം എന്ന ആരോപണത്തിലേക്ക് വരുന്നു. ഞാനതാ പറഞ്ഞേ, അതിനോടൊന്നും അത്തരം കാര്യത്തോടൊന്നും ഞാൻ പ്രതികരിക്കുന്നില്ല എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. അതിനകത്ത് ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ മത്സരത്തിന് രാഷ്ട്രീയമായ ഒരു ബേസും ഇല്ല. അപ്പോൾ ഒരു രാഷ്ട്രീയ ബേസ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള വർത്തമാനമായിട്ട് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. ആ കാര്യത്തിൽ രാഷ്ട്രീയമായൊരു ബേസും ഇല്ലല്ലോ മത്സരത്തിന് ജനങ്ങളോട് പറയാൻ. അപ്പോൾ അതുകൊണ്ട് രാഷ്ട്രീയമായ ബേസ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള കാര്യമായിരിക്കും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം. ഞാൻ അതിലോട്ടൊന്നും പ്രതികരിക്കുന്നില്ല. അങ്ങ് വഞ്ചകൻ എന്ന് വിളിച്ചതിൽ വലിയ അതൃപ്തിയും അമർഷവും ഉണ്ട്. MA ബേബി അടക്കം പറഞ്ഞു തന്നെ അധിക്ഷേപിക്കരുത്, പ്രകോപിപ്പിക്കരുത്. പക്ഷേ സലാമും സജി ചെറിയാനും തന്നെ വഞ്ചകൻ എന്ന് വിളിക്കുന്നു. ഇവർ ഏത് പാർട്ടിക്ക് കീഴിലാണ് പ്രവർത്തിക്കുന്നത് എന്നാണ് ചോദ്യം. ഞാൻ അദ്ദേഹത്തിന് മറുപടി ഒന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ കേരളത്തിലെ UDF ഇങ്ങനെ പ്രയോഗിക്കുന്നൊരു പുതിയ ഏർപ്പാടാണ്. ചില ആൾക്കാർ കൊള്ളാം, ചില ആൾക്കാർ കൊള്ളൂല്ല. പഴയ നേതാക്കന്മാർ കൊള്ളാം, പുതിയ നേതാക്കന്മാർ കൊള്ളൂല്ല, ഇങ്ങനെയൊക്കെ പറയുമല്ലോ. അതൊരു UDFൻ്റെയും അല്ലെങ്കിൽ കേരളത്തിലെ ഒരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയക്കാർ ചെയ്യുന്നൊരു കാര്യമാണ്. അദ്ദേഹത്തിന് ഞാൻ എന്തായാലും മറുപടി പറയുന്നില്ല. അതൊരു പൊതു രീതി നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ട് ഇപ്പോൾ. അതാണ് അത്രമാത്രം കണ്ടാൽ മതി. അദ്ദേഹത്തെ പ്രകോപിപ്പിക്കേണ്ട എന്നുള്ള തീരുമാനത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണോ അവഗണിച്ച് ഒഴിവാക്കാൻ CPM സെക്രട്ടേറിയറ്റ് കഴിഞ്ഞ ദിവസം തന്നെ തീരുമാനിച്ചിരുന്നു? പാർട്ടി എങ്ങനെയാണ് എന്നുള്ളതും പാർട്ടി പൊതുവായി തീരുമാനിക്കും. സ്ഥാനാർത്ഥി അദ്ദേഹമായിട്ട് മത്സരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടൊരു സ്ഥാനാർത്ഥിയോട് ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ എങ്ങനെ പ്രതികരിക്കണമെന്നുള്ള കാര്യം സ്വാഭാവികമായിട്ടും ഞങ്ങൾ പാർട്ടിയും ഒക്കെ ഞങ്ങൾ ആലോചിച്ച് തന്നെയാണ് തീരുമാനിക്കുന്നത്. പിന്നെ വ്യക്തിപരമായും എൻ്റെ ഒരു നിലപാടെന്ന് പറയുന്നത്, അദ്ദേഹം പാർട്ടിയുള്ളപ്പോൾ വളരെ മുതിർന്ന ഒരാളായിരുന്നു. അപ്പോൾ അദ്ദേഹത്തോട് നേരത്തെ പറഞ്ഞ പോലെ ഓരോന്നിനും ഇങ്ങനെ ഞാൻ മറുപടി പറഞ്ഞ് പോകേണ്ട ഒരു രീതി എനിക്കില്ല. ഇപ്പോൾ അദ്ദേഹം പാർട്ടി ഇല്ലെങ്കിലും ദീർഘനാൾ അദ്ദേഹം പാർട്ടി നേതാവായി നിന്ന ഒരു ആളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനാണെങ്കിൽ പാർട്ടിയിൽ അദ്ദേഹത്തിലുള്ളപ്പോൾ ഞാൻ വളരെ ജൂനിയറായ ഒരാളായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ കുറ്റവും കാര്യവും ഒന്നും 2 പ്രാവശ്യം ഞാൻ ഇലക്ഷൻ കമ്മിറ്റി സെക്രട്ടറി ആയിട്ട് അദ്ദേഹത്തിൻ്റെ ഇലക്ഷൻ കമ്മിറ്റി സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുന്ന സമയത്ത് ഞാൻ നല്ല കമ്മ്യൂണിസ്റ്റാണ്. അതാണ് എൻ്റെ ഒരു പ്രാധാന്യം. ആ സമയത്ത് നല്ല കമ്മ്യൂണിസ്റ്റാണ്. അതിനുശേഷം നല്ല കമ്മ്യൂണിസ്റ്റില്ല എന്ന് പറഞ്ഞാൽ ജനങ്ങൾ സ്വാഭാവികമായിട്ടും അത് വിലയിരുത്തും. അത് ഈ നാട്ടുകാർ കണ്ടതാണ്. അത് ഈ അമ്പലപ്പുഴയിലെ അദ്ദേഹം 3 പ്രാവശ്യം ജയിച്ചു എന്ന് പറയുമ്പോൾ 2 പ്രാവശ്യം ഞാൻ ഇലക്ഷൻ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു. അതിൻ്റെ മുന്നേ പ്രാവശ്യം ഈ അദ്ദേഹത്തിൻ്റെ പ്രചരണത്തിൻ്റെ കോർഡിനേറ്റർ ഞാനായിരുന്നു. എന്നുവെച്ചാൽ 3 പ്രാവശ്യം അദ്ദേഹം ജയിക്കുമ്പോഴെല്ലാം വളരെ ഉത്തരവാദിത്വപൂർണ്ണമായി പാർട്ടിയും അദ്ദേഹവും ചുമതല ഏൽപ്പിച്ചതെല്ലാം വൃത്തിയായി ചെയ്തു. അപ്പോൾ ആ സമയത്തെല്ലാം എച്ച് സലാം നല്ല കമ്മ്യൂണിസ്റ്റാണ്. അതിൽ നിന്ന് എനിക്കൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. അപ്പോൾ അതിനുശേഷം എനിക്കൊന്നും മാറ്റം സംഭവിച്ചെന്ന് പറയുന്നതിനോട് ഞാൻ അങ്ങനെ ഒരു പ്രതികരിക്കാനില്ല. ഈ ഒരു ബഹുമാനത്തിൻ്റെ കൂടി ഭാഗമായിട്ടാണോ പ്രതികരിക്കേണ്ടതെന്ന് കരുതുന്നത്? കാരണം അങ്ങയുടെ സീനിയർ നേതാവാണെന്ന് പറയുകയും ചെയ്തു, അങ്ങയെ വളർത്തിക്കൊണ്ടുവന്നതെന്ന് സമ്മതിക്കുകയും ചെയ്തു. അദ്ദേഹത്തോടുള്ള ബഹുമാനത്തിൽ യാതൊരു കുറവും നമുക്കില്ല. അത് അദ്ദേഹം അങ്ങനെ ഇല്ലാതാക്കാനുള്ള രീതിയൊക്കെ എന്ത് വന്നാലും നമുക്ക് ആ ബഹുമാനം എപ്പോഴും ഉണ്ട്. പക്ഷേ ചില കാര്യം ജനങ്ങളോട് കൺവിൻസ് ചെയ്യേണ്ടി വരുമ്പോൾ മാത്രമാണ് എന്നെപ്പോലുള്ള ആൾക്കാർ പറയുന്നത്. കാരണം ജനങ്ങളാണല്ലോ പ്രധാനം. ആ ജനങ്ങളുടെ മുമ്പിൽ റോങ് ആയിട്ടുള്ള കാര്യങ്ങൾ ആരെങ്കിലും പറയുമ്പോൾ അത് കൺവിൻസ് ചെയ്യണം എന്ന കാര്യം വരുന്ന സമയത്ത് മാത്രമേ പ്രതികരിക്കാറുള്ളൂ. ഞാൻ 5 വർഷക്കാലം MLA ആയിട്ട് പ്രവർത്തിക്കുമ്പോൾ ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റും മറ്റുമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആ സമയത്തെല്ലാം ഞാൻ ഓരോന്നിനോടും ഞാൻ പ്രതികരിക്കാൻ പോയിട്ടില്ല. എൻ്റെ ഒരു ജോലി
ഈ ജനങ്ങളെ ഏൽപ്പിച്ചത്, പാർട്ടി ഏൽപ്പിച്ചത് 5 വർഷക്കാലം MLA ആയിട്ട് പ്രവർത്തിക്കാവുന്ന ജോലിയാണ്. അതെന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ കളങ്കം പോലും ഇല്ലാതെ, ഒരു ആക്ഷേപം പോലും കേൾപ്പിക്കാതെ 5 വർഷക്കാലം എനിക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നതാണ് എൻ്റെ പൂർണ്ണമായ വിശ്വാസം. 5 വർഷക്കാലം അമ്പലപ്പുഴ മണ്ഡലത്തിൽ UDFO BJPയോ MLA മോശമായ എന്തെങ്കിലും കാര്യം ചെയ്തു, അല്ലെങ്കിൽ ഒരു മോശമായ കാര്യം അദ്ദേഹം പ്രവർത്തിച്ചു എന്ന് പറഞ്ഞിട്ടൊരു സമരം പോലും ചെയ്യാൻ ഈ 5 വർഷക്കാലം അമ്പലപ്പുഴയിൽ കഴിഞ്ഞിട്ടില്ല. ഔദ്യോഗിക പ്രഖ്യാപനമില്ലെങ്കിലും അങ്ങ് തന്നെയാണ് അടുത്തും CPM-നെ പ്രതിനിധീകരിക്കുക എന്നുള്ള വാർത്തകൾ പുറത്തു വന്നു. അങ്ങ് ഔദ്യോഗികമായി വന്നില്ലെങ്കിലും ഈ ഒരു മത്സരം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറുന്ന ഘട്ടമാണിപ്പോൾ. അത് എങ്ങനെയാണ് കാണുന്ന തെരഞ്ഞെടുപ്പ്, പ്രത്യേകിച്ച് ഒരു സീനിയർ നേതാവ് അപ്പുറത്ത് നിൽക്കുമ്പോൾ? അത് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി ആയിട്ട് പാർട്ടി പ്രഖ്യാപിച്ചിട്ടില്ല. സ്ഥാനാർത്ഥി ആരാണെങ്കിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് നേരിടുന്നത്, അത് ഏറ്റവും ശക്തമായി അത് നേരിടാൻ കഴിയുന്ന എല്ലാ സന്നാഹവും ഞങ്ങൾ ഒരുക്കി മുന്നോട്ട് പോവുകയാണ്. ഈ ഏതെങ്കിലും തരത്തിലുള്ള പാർട്ടിയിൽ നിന്ന് പ്രവർത്തകരുടെ ചോർച്ച ഭയക്കുന്നുണ്ടോ? അതൊന്നും ഉണ്ടാവില്ല. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഗുണം അതാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നിട്ട് ഏതെങ്കിലും ഒരു പ്രയാസം ഉണ്ടാക്കുന്ന ഒരാൾ പോയാൽ, നാളെ ഞാൻ എൻ്റെ ഭാഗത്തിലേക്ക് ഉണ്ടായാൽ ഞാനാണെങ്കിൽ പോലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി വ്യക്തിബന്ധങ്ങളൊക്കെ വെച്ചിട്ടൊന്നും ഒരു നിലയിൽ അതിനകത്ത് ഉണ്ടാവില്ല. പാർട്ടിയായിരിക്കും. ജനസമ്മതി എന്ന് പറയുന്നത് വ്യക്തി കേന്ദ്രീകൃത അല്ല എന്നാണോ? ജനസമ്മതി മാത്രമല്ല ഞാൻ പറഞ്ഞത്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി മെമ്പർമാരുടെ ഒരു സ്റ്റഫാണ് ഞാൻ പറയുന്നത്. അത് പാർട്ടിയിൽ നിന്ന് ഒരാൾ പുറത്തേക്ക് പോയാൽ പാർട്ടിയിൽ ഉണ്ടായിരുന്ന സമയത്ത് സ്നേഹം പ്രകടിപ്പിച്ച് ഒപ്പം ഉണ്ടായിരുന്ന എല്ലാവരും കൂടെ ചെല്ലും എന്ന് വിചാരിക്കാനേ പാടില്ല. അങ്ങനെ ഉണ്ടാവില്ല. അതാണ് അതിൻ്റെ ഒരു കാര്യം. തെരഞ്ഞെടുപ്പ് എല്ലാ തെരഞ്ഞെടുപ്പും ശക്തമായ മത്സരമായിരിക്കുമല്ലോ. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ശക്തമായ മത്സരിച്ചല്ലേ വിജയിച്ചത്. ഈ അമ്പലപ്പുഴ നിയോജക മണ്ഡലത്തിൻ്റെ ഇപ്പോഴത്തെ അമ്പലപ്പുഴ നിയോജക മണ്ഡലത്തിൻ്റെ ഒരു നില ഈ പഴയ അമ്പലപ്പുഴയല്ല. കൈനഗിരിയും നെടുമുടിയും തകഴിയുമുള്ള അമ്പലപ്പുഴയല്ല ഇപ്പോഴത്തെ അമ്പലപ്പുഴ. പക്ഷേ ഞങ്ങൾക്ക് ഈ തുടർച്ചയായിട്ട് നമുക്ക് ജയിക്കാൻ കഴിഞ്ഞു. ജനങ്ങളുടെ വിശ്വാസം ഏറ്റതിൻ്റെ ഭാഗമായി ജയിക്കാൻ കഴിയുന്നതാണ്. എന്നെ സംബന്ധിച്ച് ജയിച്ചതിന് ശേഷം ജനങ്ങളെ ഏൽപ്പിച്ച വിശ്വാസത്തോട് ഒരു നീതികേടും കാണിച്ചിട്ടില്ല. ആത്മാർത്ഥമായി എല്ലാ പ്രദേശത്തേക്കും ഒരു MLA നിലയ്ക്ക് എത്തിച്ചേരാൻ കഴിയുന്ന നിലയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. വികസനം പിണറായി സർക്കാരിൻ്റെ ഭാഗമായി കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒന്നാം സർക്കാരിൻ്റെ ഭാഗമായി സ്റ്റാർട്ട് ചെയ്യപ്പെട്ട ഏതാണ്ട് മിക്കവാറും പദ്ധതികൾ പൂർത്തീകരണത്തിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതൊക്കെയാണ് ജനങ്ങൾ എന്നെ ചെയ്യാൻ ഏൽപ്പിച്ച കാര്യം. ഒരാളെ കൊണ്ട് പോലും ഒരു 10 രൂപയുടെ ഒരു ആക്ഷേപം പോലും ഞാൻ 5 വർഷക്കാലം കേൾപ്പിച്ചിട്ടില്ല. അത് പ്രധാനമാണ്. ഒറ്റ ചോദ്യം, അങ്ങ് പൊളിറ്റിക്കൽ ക്രിമിനൽ എന്ന് സുധാകരൻ പ്രചരിപ്പിക്കുന്നു, അതിനോടുള്ള മറുപടി ആ നിലയിൽ തന്നെ എന്താണ് പറയാനുള്ളത്? സുധാകരോട് ഞാൻ മറുപടി പറയാനില്ല. അദ്ദേഹത്തോട് മറുപടി പറയാനില്ല. ഇനി പാർട്ടി എന്നോട് ഏതെങ്കിലും ഘട്ടത്തിൽ പറയണമെന്ന് പറഞ്ഞാൽ പറയും. അപ്പോൾ തെളിവ് പുറത്തുവിടുകയും ചെയ്യും. പാർട്ടി എന്നോട് അങ്ങനെ പ്രതികരിക്കണം എന്ന് പറഞ്ഞാൽ മാത്രമേ ഞാൻ അദ്ദേഹത്തോട് പ്രതികരിക്കുള്ളൂ. പ്രതികരിച്ചാൽ വൃത്തിയായിട്ട് പ്രതികരിക്കുകയും ചെയ്യും. തീർച്ചയായിട്ടും ഉണ്ട്. ഈ കുട്ടനാട് ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങൾ സുധാകരന് കുറച്ച് സാധ്യതയുള്ള ഒരു മണ്ഡലമാണ്. അപ്പോൾ അവിടെയൊക്കെ ഈ തെരഞ്ഞെടുപ്പ് ബാധിക്കുന്ന തോന്നുന്നുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ, സ്ഥാനാർത്ഥികളായിട്ട് ആര് വരുമ്പോഴും ഓരോ സ്ഥാനാർത്ഥിക്കും അതിൻ്റെതായ പ്രത്യേകത ഉണ്ടാവും. അത് ഇദ്ദേഹം മത്സരിച്ചാലും മറ്റൊരു UDF സ്ഥാനാർത്ഥി വന്നാലും ഒക്കെ ഓരോ സ്ഥാനാർത്ഥിക്കും അതിൻ്റെതായിട്ടൊരു പ്രത്യേകതയുണ്ട്. ഞങ്ങൾ പൊളിറ്റിക്കലാണ് പ്രധാനം. ഞാൻ നേരത്തെ പറഞ്ഞത് കാര്യം, രാഷ്ട്രീയ വോട്ടാണ് പ്രധാനം. ആ രാഷ്ട്രീയ വോട്ട് ചോരേണ്ടതായ യാതൊരു സാഹചര്യവും നമ്മുടെ നാട്ടിൽ ഈ പറഞ്ഞ ജില്ലയിൽ എവിടെയില്ല. രാഷ്ട്രീയ വോട്ടിന് പുറമേക്ക് ഓരോ സ്ഥാനാർത്ഥിക്കും പേഴ്സണലായ ഇത്തിരി വോട്ട് കിട്ടും. പിന്നെ ഞങ്ങളുടെ പ്രധാനപ്പെട്ട ക്യാമ്പയിൻ പിണറായി സർക്കാരിൻ്റെ വികസന നേട്ടങ്ങളാണ്. അത് ഈ കേരളത്തിലൊരു വലിയ വോട്ടുണ്ട്. അത് ഒരു കാലത്തും ഇല്ലാത്ത പോലെ അതിശക്തമായ വികസന മുന്നേറ്റം ഉണ്ടാകുന്നൊരു കാലമാണ് ഈ കാലം. ആ വികസനത്തിന് കാര്യമായി വോട്ട് ലഭിക്കും എന്നുള്ള ഒരു ഉറച്ച വിശ്വാസമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. നിങ്ങൾ തന്നെ നോക്കിയാൽ കാണാൻ കഴിയും. കേരളത്തിൽ നിങ്ങൾ തന്നെ റീഡ് ചെയ്ത് നോക്കിക്കോളൂ. ഈ 10 വർഷം നടന്ന പോലെയുള്ള ഒരു ഡെവലപ്മെൻറ്റ്സ്, വിശേഷിച്ച് പശ്ചാത്തല വികസന മേഖലയിൽ അത് ഉണ്ടായി നോക്കിയാൽ വളരെ മെച്ചമായൊരു സ്ഥിതിയാണ് കേരളത്തിൽ. അത് രാഷ്ട്രീയ അതീതമായി തന്നെ ഒരു പിൻബലം ആ കാര്യത്തിൽ ഉണ്ട്. അമ്പലപ്പുഴയിലും ഏതാണ്ട് 2000 കോടിക്ക് അടുത്ത് വികസനം സാധ്യമായി ഈ സർക്കാരിൻ്റെ ഭാഗമായി നിന്നിട്ട്. ഈ വഞ്ചകൻ എന്ന പരാമർശം ഉണ്ടല്ലോ, ആ പരാമർശത്തിൽ ഉറച്ചു നിൽക്കുകയാണോ? ഞാനൊരു പരാമർശം നടത്തിയിട്ടില്ല.
പാർട്ടി പൊതുവായി തീരുമാനിക്കപ്പെടുന്ന കാര്യങ്ങൾ പാർട്ടി അതിൻ്റെ ഭാഗമായിട്ട് നടക്കും. അല്ല, രാഷ്ട്രീയ വഞ്ചന നടത്തി എന്ന രൂപത്തിലൊരു പ്രതികരണം ഉണ്ടായിരുന്നല്ലോ ആദ്യഘട്ടത്തിൽ നടത്തിയപ്പോൾ. അത് സ്വാഭാവികമായിട്ടും ഒരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നിന്നിട്ടല്ലേ പിന്നെ ഈ പറഞ്ഞ രീതിയിലേക്ക് വരുന്നത്. അപ്പോൾ പിന്നെ അതിന് ആ വാക്കിന് പ്രത്യേകിച്ചൊരു വിശേഷണം പ്രത്യേകിച്ച് അടിവരയിട്ട് ഞാൻ പറയേണ്ട കാര്യം അതിനകത്തില്ല. അത് പിൻവലിക്കുക, അത് ആ നിലപാടാണ്, അതാണ് പുള്ളിയെ പ്രകോപിപ്പിച്ചത്. അതാണ് ഞാൻ ചോദിക്കാൻ കാരണം. അത് ഞാൻ പറയുന്നത് വെച്ചാൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു എന്താ പറയുക, ഒരു ഭാഗം അല്ലെങ്കിൽ മുഖ്യമായ പരിഗണനാ വിഷയം നേരത്തെ ഞാൻ പറഞ്ഞ വികസനമാണ്. ഇടതുപക്ഷ ഒരു കാര്യമില്ല, അതല്ല പ്രധാനം. ഈ ജി സുധാകരന്റെ ഈ സ്ഥാനത്ത് പ്രഖ്യാപനത്തിന് പിന്നിൽ UDF നേതാക്കന്മാരുടെ കൈകളുണ്ടെന്ന് നേരത്തെ വാർത്ത കൊടുത്തു. അതിനോട് അതൊരു ഇപ്പോൾ UDFൻ്റെ തീരുമാനം വരുമ്പോൾ അറിയാൻ പറ്റും നമുക്ക് എന്താണെന്നുള്ള കാര്യം. ഞാനെന്തായാലും അത്തരം കാര്യത്തേക്കൊന്നും ഞാൻ കടന്ന് പേഴ്സണലി ഒരിക്കലും ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. രാഷ്ട്രീയമായിട്ടാണ് മത്സരം. രാഷ്ട്രീയ മത്സരത്തിൽ ഇടതുപക്ഷത്തെ രാഷ്ട്രീയമാണ് ഉയർത്തിപ്പിടിക്കുന്നത്. സംസ്ഥാനത്തെ പിണറായി സർക്കാരിൻ്റെ വികസനമാണ് ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത്. ആ വികസനത്തിനും രാഷ്ട്രീയത്തിനും കൃത്യമായ വോട്ട് ഇടതുപക്ഷത്തിന് കിട്ടും.